സാഹസിക ടൂറിസത്തിന്റെ മറവിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് വമ്പൻ അഴിമതി. തിരുവനന്തപുരം ആക്കുളത്തെ കണ്ണാടി പാലത്തിന്റെ നിർമ്മാണ ടെൻഡർ നൽകിയ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന കമ്പനിക്ക് രജിസ്ട്രേഷൻ ലഭിച്ചതിന് 2021. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ചെയർമാനായി പ്രവർത്തിക്കുന്ന ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിൽ നടന്ന അഴിമതി ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അറിവോടുകൂടിയെന്നും റിപ്പോർട്ട്. കരാർ കമ്പനിയുടെ തട്ടിക്കൂട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ടിൻഡു ദാസാണ്. ടിൻഡുവിലേക്ക്. ടിൻഡു, ഈ അഴിമതിയുടെ വെളിപ്പെടുത്തൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഗ്ലാസ് ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ വരുന്നതാണ്. രണ്ടാമതും ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ചില്ലുകൾ തകർന്നതോടെയാണ് ഈ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഈ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനം രജിസ്ട്രേഷൻ ചെയ്ത് തന്നെ 2020 ആണെന്ന രേഖകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്താണ് ഇത്തരത്തിൽ ആക്കുളം ബ്രിഡ്ജിന്റെ അല്ലെങ്കിൽ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ 2022 ഉദ്ഘാടനം നടക്കേണ്ട പദ്ധതി, ആ പദ്ധതി അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ്, ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണ കമ്പനിക്ക് തന്നെ ഇത്തരത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ ലഭിക്കുന്നത് 2021. 2022 ദേശാഭിമാനി പത്രത്തിൽ ഈ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജുമായി സംബന്ധിച്ച് ഈ ആക്കുളം ഗ്ലാസ് ബ്രിഡ്ജ് എന്ന പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ടെൻഡർ വിളിക്കുന്നു. 2023 തന്നെ ടെൻഡർ ഈ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ 3 വർഷം കൊണ്ടാണ് ഈ കമ്പനി നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഇതിന്റെ ഉത്തരവിലൂടെ അനുമതിയെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ള അതീവ സുരക്ഷതയോടുകൂടി ഒരുപക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന പദ്ധതി വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വിജയിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. ഉത്തരവാദിത്ത ടൂറിസത്തിന് കീഴിൽ അതീവ സുരക്ഷിതത്വത്തോടെ അല്ലെങ്കിൽ മുൻ പരിചയമുള്ള കമ്പനികളെ ഏൽപ്പിച്ച് ചെയ്യേണ്ട പദ്ധതി ഒരു പരിചയവുമില്ലാത്ത വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു നേരത്തെ തന്നെ ഒരു നിർമ്മാണം പോലും ചെയ്തിട്ടില്ലാത്ത ഈ കമ്പനിക്ക് എന്തുകൊണ്ട് വിട്ടുകൊടുത്തു? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇതിനുവേണ്ടി കണ്ണടച്ചു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമാനമായ രീതിയിൽ തന്നെ അഴിമതി നിറഞ്ഞതാണെന്ന് പറയേണ്ടി വരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. അനു, ശരി, ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.